ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ വീട്ടിൽ വെച്ച കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് തൈകളാണ് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷമല്ല നമ്മളൊരിക്കലും ചെടികളോ മരങ്ങളോ വെക്കുന്നതിനുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടത്. നമ്മൾ ആ ഫൗണ്ടേഷൻ ലെവൽ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള മരങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വീട് പണി കഴിയുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. കാരണം കുറേ കഴിഞ്ഞതിന് എന്തായാലും 1-2 വർഷത്തിന് ശേഷമാണല്ലോ പൂവും കായൊക്കെ ഇടുക. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിവിടെ വെച്ചിട്ടുള്ളതെല്ലാം ബഡാണ് കേട്ടോ. ബഡ് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കായ് നമുക്ക് തരും. നമ്മളിത് 10.5 സെൻറ്റിലെ പ്ലോട്ടാണ്. വീട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം നമ്മൾ ചെടികൾ വെച്ചിട്ടുമുണ്ട്. നമ്മളിവിടെ മൊത്തം 4 തെങ്ങാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചിക്കുവാണ്, ബനാന ചിക്കു പറയും, കുറച്ച് നീളത്തിലുള്ള ചിക്കുവാണ്. അപ്പോൾ ഇത് ഇതിപ്പോൾ വെച്ചിട്ട് 1.5 വർഷമായി കേട്ടോ. 1.25 വർഷമായി. 1.25 വർഷമായപ്പോൾ ഇത് പൂവിടാൻ തുടങ്ങി. അപ്പോൾ ഈ പൂവ് ഇട്ടിട്ടുണ്ട്. അത് ഒരു കായ പിടിച്ചിട്ടുണ്ട്. ഇത് കാണാം, ഒരു കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. പൂവൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ ചൂടിൻ്റെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിലൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വലുപ്പം എത്രയേ ഉള്ളൂ. ഇതിൽ പൂവിട്ടെ. പിന്നെ ഇത് അബിയു ആണ്. അബിയു ഉണ്ടായ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമാണ് നമുക്ക് ഉണ്ടായി. നമുക്ക് അത് പഴുത്ത് കഴിക്കാനും കിട്ടി. പിന്നെ ബാക്കിയൊന്നും കുറേ കായ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നല്ല നന വേണമെന്നാണ് പറയുന്നത്. നന്നായി നനയ്ക്കണം. കായ പിടിച്ച സമയത്ത് നമ്മളെല്ലാത്തിനും നന്നായിട്ട് നന കൊടുക്കുക. അബിയു 2 എണ്ണം വേണം, എങ്കിലാണ് കായ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 2 അബിയു വെച്ച്. തൊട്ടടുത്ത് തന്നെ 2 അബിയു വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് 2 ടൈപ്പ് മാവാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് മൽഗോവ, അതേപോലെ തന്നെ ഇത് അൽഫോൺസ്. അങ്ങനെ 2 ടൈപ്പ് വിദേശിനം മാംഗോ ആണ് വെച്ചിട്ടുള്ളത്. മാങ്ങ ഒന്നും നമുക്ക് പൂവിട്ടിട്ടില്ല. പിന്നെ ഇത് നമ്മളെ നാടൻ മുള്ളൻ ചക്കയാണ്. ഇത് നമ്മളുടെ നാടൻ തൈ കൊടുന്ന് വെച്ചതാണ്, ബഡൊന്നല്ല. കറിവേപ്പ് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് നന്നായി വന്നിട്ടുള്ളത്. ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിന് നല്ലോണം തണലും വേണം, വെയിലും വേണം. എന്താ പറയുക, നന്നായി വെയിലുണ്ടായാൽ നല്ല നനയും കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇത് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ. നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല വെറുതെ കഴിക്കാനും പറ്റും. അതേപോലെ തന്നെ വെള്ളം കലക്കി കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്താണ് ഞാനതൊക്കെ പൊട്ടിച്ചത്. പിന്നെ ഇത് നമ്മളുടെ മാവ്. ഇതും നമുക്ക് പൂവിട്ടിട്ടില്ല. മാവൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്, പൂവിട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ തൈകൾ വെക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് കുഴപ്പമില്ലാത്ത രീതിയിൽ വളരാൻ സ്പേസ് ഉണ്ടെന്നാണ്. പക്ഷേ ഇവരൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ തീരെ സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് മട്ടോവ. ഇതും അത്യാവശ്യം വളർന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്തെല്ലാം ചെറുതായിരുന്നു. എല്ലാ തൈകളും വെച്ചിട്ട് 1.25 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല വളർന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് മിൽക്ക് ഫ്രൂട്ട്. ഈ മിൽക്ക് ഫ്രൂട്ടും അതേപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല 2 ടൈപ്പാണ്. പുറം ഗോൾഡൻ കളറും ഗ്രീനും ആണ്. നല്ല ഭംഗിയുള്ളൊരു കളർ. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ 1-2 കായ ഉണ്ടായിരുന്നു. പിന്നെ കൊടുന്ന് വെച്ചതിന് ശേഷം ഒരു 10 എണ്ണം ഉണ്ടായി. അതിന് ശേഷം പിന്നെ ഇത് പൂവിട്ടിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ഇതാണ് മരമുന്തിരി പറയും. ഇത് നിലത്ത് കുഴിച്ചിടരുതെന്നാണ് പറയുക. പക്ഷെ നമ്മളിവിടെ പറിച്ചിട്ട് നിലത്ത് തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അടിക്ക് പാറയാണ്. അതുകൊണ്ട് കൂടുതൽ
വളരൂല എന്നുള്ള കരുതിയിട്ട് നമ്മൾ അടിയിലേക്ക് കൂടുതൽ വേറെ ഓടില്ലല്ലോ, അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. ആളിപ്പോഴാണ് ഒന്ന് വളർന്ന് പൊന്തി വരണത്. ഇവരുടെയൊക്കെ കൂടെ വെച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് ഒന്ന് വലുതായി വരണുള്ളൂ. ഇത് നമ്മുടെ വിയറ്റ്നാം ചക്ക. അതെ, ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ 1.25 വർഷത്തിന് ശേഷം കായ്ച്ചതാണ് ഈ 2 എണ്ണം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കായ. ഇവിടെ കായ ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ നോക്കി ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊന്നും അറിയില്ല. എന്തായാലും 2 എണ്ണം നല്ല വലുതായി നിൽക്കുന്നുണ്ട്. അത് നന്നായിട്ട് എടുക്കുക. രണ്ട് പേരയാണ് കേട്ടോ. നമ്മൾ വാങ്ങി വെച്ച ബഡാണ് ഇത്. ഇവിടെ ഉള്ള ഈ പേര വാങ്ങി വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു പോയി. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. വെച്ച് നല്ല വളർന്നിട്ടുണ്ട്. ഇവിടെ പപ്പായകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും നമ്മൾ നട്ടതല്ല, നമ്മൾ കഴിച്ചത് കുരു ഇട്ട് കഴിഞ്ഞപ്പോൾ താനെ ഉണ്ടായതാണ്. പിന്നെ 2 തെങ്ങും തൈയാണ് ഈ ഭാഗത്ത് നട്ടിട്ടുള്ളത്. അവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണമാണ്. പിന്നെ ഇവിടെ ഒരു മൾബറിയാണ്. ഈ മൾബറി ഇതുവരെ കായ്ച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തരുന്ന സമയത്ത് ഒരൊറ്റൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നന്നായിട്ട് ഇത് ഞങ്ങൾ കുറേ കൊമ്പൊക്കെ വെട്ടിയിട്ട് കൊടുത്തു, ഉണ്ടാവാത്ത എന്താണെന്നോ വെട്ടിയിട്ട്. അങ്ങനെ വെട്ടിയിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും മുകളിലാണ് കൂടുതലും കാണുന്നത്. താഴെയുണ്ട്. താഴെ ഇവിടെ 1 എണ്ണം ഞാൻ കണ്ടിരുന്നില്ല. ഇതാ ഇവിടെ ഉണ്ട്. ഇതിന് പാകിസ്ഥാൻ മൾബറിയാണ് കേട്ടോ. നല്ല സ്വീറ്റാണത്. ഇതിപ്പോൾ ഉണ്ടായിട്ട് ഞങ്ങൾ കഴിച്ചു. എന്താ അത് കാണാനുണ്ടായി. നമ്മളെ വെച്ച തൈകളൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ വാങ്ങുമ്പോൾ ഇത് നല്ല ചെറുതായിരുന്നു. കുറേ എണ്ണം നമുക്ക് ഔട്ട്പുട്ട് തരാൻ തുടങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ. അപ്പോൾ വലിയൊരു നമ്മൾ തൈകൾ വെക്കുമ്പോൾ എപ്പോഴും ബഡ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ കായകൾ തിന്നാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഇതിന് വളം കൊടുക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ മിക്സ് ആയിട്ടുള്ള വളം വരുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ചെടി വളരാൻ വേണ്ടിയിട്ട് മാത്രം ആ ചെറു പ്രായത്തിൽ ഫാക്ടം ഫോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി വളരും. പിന്നെ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുത്ത് നന്നായി നന കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.